മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും ഇ.ഡി. സമൻസ്. ഏപ്രിൽ 2-നകം ഹാജരാകണം. ഇഡിയുടെ അന്ത്യശാസന നോട്ടീസ് കിട്ടിയെന്നും തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും തോമസ് ഐസക് പറഞ്ഞു. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് ഇഡി വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ്. ഏപ്രിൽ 2-ന് ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഇഡിയുടെ അന്ത്യശാസന നോട്ടീസ് കിട്ടിയെന്നും തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. ഇഡിക്ക് ഭീഷണിയുടെ സ്വരമാണെന്നും കോടതിയിൽ നിന്ന് തന്നെ സംരക്ഷണം തേടുമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായി ഇഡി ഭീഷണിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മസാല ബോണ്ട് ഇടപാടിലെ ഇഡി സമൻസിനെതിരായ തോമസ് ഐസക്കിന്റെ ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം ഇഡി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഹർജികൾ അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിവച്ചിരിക്കുകയാണ്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഹർജിക്കാർക്ക് കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് ടി.ആർ. രവി പറഞ്ഞു. കേസിന് മെയ് 22-ന് പരിഗണിക്കും. മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ച വ്യക്തി എന്ന നിലയിലും കിഫ്ബി സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ് തോമസ് ഐസക്കിന് പുതിയ സമൻസ് നൽകിയതെന്നാണ് ഇഡി നിലപാട്. കേസുമായി ബന്ധപ്പെട്ട തോമസ് ഐസക് ഒഴികെ എല്ലാവരെയും ചോദ്യം ചെയ്തെന്നും അന്വേഷണം മുന്നോട്ടു പോകണമെങ്കിൽ ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്നും ഇഡി വിശദീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്.